ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ രാവിലെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് പേർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതിനായിട്ട് രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കണമല്ലോ. അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സ്കൂളിൻ്റെ പോയിട്ട് വൈകിട്ട് വരെ ക്ലാസ്സില്ല. ഇവർക്ക് 2 മണി വരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ 2:15 2:20 ആകുമ്പോഴത്തേന് വീട്ടിൽ വരും. അതുകൊണ്ട് ചോറ് കൊടുത്തു വിടത്തില്ല. ഇതേപോലെ എന്തെങ്കിലും ദോശയോ ഇഡലിയോ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ പിന്നെ രാവിലെ പണിയും എളുപ്പമാണ്. അങ്ങനെ അതേ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ അപ്പവും അതിൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴാണ് അക്കു എന്ന് പറയുന്നത് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ മാഗി മതിയെന്നേ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്നൊന്നും കൊടുത്തു വിടാറില്ല. പിന്നെ മാഗി മതി എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും ഇടണ്ട, ജസ്റ്റ് ഇപ്പി നൂഡിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ എല്ലാ മസാലയും. തക്കാളിയോട് വലിയ താല്പര്യമില്ല തക്കാളി ഇടുന്നതിനോട്. അങ്ങനെ ദേ മാഗി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും 6 മണിയായി. നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്, നല്ല വെട്ടം വന്നിട്ടുണ്ട്. പിന്നെ കാപ്പിയുടെ സെഷനെല്ലാം റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സും റെഡിയായി. പിന്നെ തേപ്പാണ് കേട്ടോ. ഞാൻ തലേന്ന് എത്ര സമയം ഉണ്ടായാലും രാവിലെയാണ് തേക്കുന്നത് പതിവ് എനിക്ക്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ 2 സൈഡ് ഇങ്ങനെ കെട്ടുന്നത്. എത്ര പദപ്പെടുത്താലും നന്നായിട്ട് കിട്ടത്തില്ല. തന്നെയല്ല ഞാൻ കാണാതെ മുടി അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വെട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 സൈഡ് പിടിക്കുമ്പം മുടി അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും എനിക്ക് ഈ മുടി കെട്ടാനായിട്ട്. ഈ ചെറിയ മുടികളൊക്കെ പിടിച്ച് സ്ലൈഡ് കൊടുത്താന്ന് വെച്ചാൽ അത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല, തല വേദനിക്കുമെന്ന് പറയും. അങ്ങനെ എന്തായാലും 2 സൈഡിലും മുടിയൊക്കെ കെട്ടിയതാ ഇതുപോലൊരു ബോ വെക്കുന്നത് നമുക്ക് ഇഷ്ടം. അങ്ങനെ സുന്ദരിയായിട്ട് സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോഴേ പറയുന്നത് ചാർട്ട് പേപ്പർ എന്തിനോ വേണമെന്ന്. അപ്പോൾ എന്തായാലും ഒരു ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സ്കൂളിൽ 2 പേരും പോയി. പിന്നെ വന്നതിന് ശേഷമാണ് നമ്മുടെ പണികൾ തുടങ്ങുന്നത്. കറക്റ്റായിട്ടുള്ള പണികൾ രാവിലെ ഒതുക്കും പറക്കും. അവിടെ എല്ലാം രാവിലത്തെ വേളത്തിനെല്ലാം അവിടെ ഇവിടെ മാറിയിട്ടിട്ട് പോവുകയും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.